പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ഇഡി. പിണറായി പണ്ഡ്യാലമുക്കിലെ വീടിന് സമീപമാണ് ഇന്നലെ 11 മണിയോടെ എത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസറെ ഒപ്പം കൂട്ടിയാണ് വീട്ടിലെത്തിയത്. വീടിന് അകത്ത് കയറാതെയായിരുന്നു പരിശോധന. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വീടിനകത്ത് കയറാതെ ഇഡി എന്ത് പരിശോധനയാണ് ഇന്നലെ അവിടെ നടത്തിയത്? എന്തായിരുന്നു ഇഡിയുടെ വരവിന്റെ ഉദ്ദേശം? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ അർജുൻ? ഡോക്ടറുൺ, വീടിൻ്റെ സ്കെച്ച് പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇ ഡി സംഘം വില്ലേജ് ഓഫീസറോടക്കം തേടിയത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വീടിന് അകത്തേക്ക് ഇ ഡി സംഘം കയറിയിട്ടില്ല. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ഇ ഡിയിലെ ഉദ്യോഗസ്ഥർ ആദ്യം പാതിരിയാട് വില്ലേജ് ഓഫീസിലെത്തുകയും വില്ലേജ് ഓഫീസറോട് കാര്യങ്ങൾ തിരക്കുകയും അതിനുശേഷം വില്ലേജ് ഓഫീസറെയും കൂട്ടിയാണ് പിണറായി പാണ്ഡ്യാലമുക്കിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ എത്തി ഈ സ്കെച്ച് പ്ലാനുമായി വീടിൻ്റെ സ്കെച്ച് പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങളാണ് അന്വേഷിച്ചത് എന്നാണ് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക സോഴ്സുകൾ ഉൾപ്പെടെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളെല്ലാം സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുകയാണ്. നേരത്തെ തന്നെ വീണ വിജയനെ 2 തവണ ഇ ഡി ചോദ്യം ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിശോധനയും നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇ ഡി സംഘം ഇപ്പോഴും കണ്ണൂരിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് പരിശോധനകളുടെ ഭാഗമായി തുടർ പരിശോധനകൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആ തരത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇ ഡി സംഘം കടക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഉൾപ്പെടെയുള്ള സ്വത്ത് വിവരങ്ങൾ അടക്കം ഇ ഡി സംഘം പരിശോധിക്കുന്നു എന്ന് വേണം നമുക്ക് ഇ ഡിയുടെ ഈ നീക്കത്തോടു കൂടി മനസ്സിലാക്കാൻ. എന്തായാലും ഇന്നലെ 11 മണിയോടെയാണ് ഈ പിണറായി പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എത്തുകയും ഇ ഡി സംഘം പുറമേ നിന്ന് വീടിന് പുറത്തു നിന്നും പരിശോധന നടത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസറെയും കൂട്ടിയാണ് ഈ സംഘം അവിടത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ തങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നാണ് വില്ലേജ് ഓഫീസർ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സ്കെച്ച് പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചു, അതിന് താൻ മറുപടി നൽകി. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ തന്നോട് ചോദിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ പാതിരിയാട് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ അന്വേഷണം വീണ വിജയനിലേക്ക് മാത്രം എന്നതിന് ഉപരിയായി പിണറായി വിജയനിലേക്കും മുഹമ്മദ് റിയാസിലേക്കും ഉൾപ്പെടെ കടക്കുന്നു, അല്ലെങ്കിൽ അത്തരം ചില നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അവരുടേതുൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, സ്വത്ത് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ ഡി സംഘം പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. താങ്ക് യു അർജുൻ കല്യാട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അർജുൻ കല്യാട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കണ്ണൂരിൽ പിണറായിയുടെ വീട്ടിൽ ഇന്നലെ ഇ ഡി വില്ലേജ് ഓഫീസർക്കൊപ്പം എത്തി. പക്ഷേ വീടിനുള്ളിൽ കടന്നിട്ടില്ല. വീടിന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ പരിശോധിക്കുകയായിരുന്നു എന്നാണ് അർജുൻ കല്യാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ.